ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്രിസ്മസ് ഒക്കെ വരുന്നു, ന്യൂ ഇയർ വരുന്നു, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയം. ഇപ്പം അതിലൂടെ ഇലക്ഷൻ വരുന്നു, എല്ലാം കൊണ്ട് നല്ല മേളമായിപ്പം നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ ഒരു പ്ലാവുണ്ട്, എന്നും അതേ ചക്കയുണ്ട്, ബഡ് തയ്യ. അപ്പം എന്നും വേവിക്കുകയും മറക്കുകയൊക്കെ ചെയ്യില്ല. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാനായിട്ട് ഇന്ന് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ചക്ക 65. എല്ലാവരും ചിക്കൻ 65 കഴിച്ച് മടുത്തിരിക്കുകയല്ലേ. അപ്പം ചക്ക 65 നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയൊരു ചക്കയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കാണിക്കാം. അതായത് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളമുണ്ട്. അപ്പം അതിനകത്ത് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ അരിപ്പൊടി ക്രിസ്പി ആകാൻ വേണ്ടി സ്വല്പം അരിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, അതൊക്കെ വേണത് ഞാൻ പുറകെ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും എൻ്റെ കൂടെ വരണേ, ബാ. അപ്പോൾ എല്ലാ മക്കളും ചിക്കൻ 65 പോലെ ചക്ക 65 ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. ഓക്കെ, ബാ. അപ്പം നമ്മുടെ പൊടികളെല്ലാം എടുത്തു, എല്ലാം റെഡിയാക്കി. എന്നിട്ടെല്ലാം നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിനകത്ത് മുക്കിയാണ് വറക്കുന്നത്. കടലമാവ് 2 സ്പൂണ്, ചെറിയ സ്പൂണൊക്കെ, വലിയ സ്പൂണിന് 3 സ്പൂണ് കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലവർ 3 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി പെരുജീരകം എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെരുജീരകം കൂടി ഇതിനകത്ത് ഇടുക. അതൊന്ന് കടിക്കുമ്പോൾ ഒരു നല്ല വെറൈറ്റി ആണല്ലോ. കുരുമുളക് പൊടി, മുളക് പൊടി ഒരു ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞെന്നാണ് തോന്നുന്നത്, ഓർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം. മഞ്ഞൾ പൊടി ഇട്ടു, അപ്പം നമ്മുടെ ചിക്കൻ 65 പോലെ ചക്ക 65ൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി. ഇനി ചക്ക നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചത് മുമ്പ് കാണിച്ചല്ലോ, അത് ഇതിലോട്ടിട്ട് ഇളക്കി വെക്കുവാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെ 10-15 മിനിറ്റെങ്കിലും ഇരുന്നാൽ ഒത്തിരി നല്ലതാണ്. ചക്കയെല്ലാം അതിൻ്റെ മാവിനകത്തെല്ലാം പുരട്ടി വെച്ചു. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ച് വറക്കാൻ പോവാണ്. ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് എന്നാ വില, സ്വർണ്ണത്തിനും വെളിച്ചെണ്ണയ്ക്കല്ല ഒരേപോലെ വില കുതിച്ച് കയറുക. ഇപ്പം നമ്മൾ എന്താ ചെയ്യും? അപ്പം അത് കാരണം സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വറക്കുന്നതായിരിക്കും ടേസ്റ്റ്, പക്ഷേ ഞങ്ങളിപ്പോൾ എല്ലാ സാധനവും ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ചിക്കനെ വെല്ലുന്നതാണ് ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ലത് ഇപ്പം ചക്കയാണെന്നില്ല പറയുന്നത്. അതുപോയിട്ട് ഇപ്പം ബഡ് പ്ലാവ് ഇറങ്ങിയപ്പം എല്ലാ സമയവും ഏത് കാലാവസ്ഥയിലും ചക്ക കായ്ക്കുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. ഇനി ഇത് ഓരോന്നോരോന്നെടുത്തിടുക. ഇതിൽ ഞാൻ മൈദ ചേർത്തിട്ടില്ല കേട്ടോ. മൈദ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ കോൺഫ്ലവറാണ് ഇട്ടിരിക്കുന്നത്, മൈദ ഇട്ടില്ല. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം. മക്കളെയൊക്കെ എങ്ങനെയൊക്കെ ചക്ക കഴിപ്പിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി നമുക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ചക്ക വേവിച്ചാലും ഇഷ്ടമല്ല,
ചക്ക ഉപ്പേരി ഉണ്ടാക്കിയാലും ഒരു എത്ര ദിവസമായി കഴിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോന്നൊക്കെ നമുക്ക് നോക്കാം. വേണ്ട, നമ്മളിട്ട ചക്കയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഹലോ, അപ്പം നമ്മുടെ ചക്ക 65 ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ 4 മണിക്ക് ചായയൊക്കെ തിളപ്പിച്ചിട്ട് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നല്ല ഉണ്ടോ, നല്ല ക്രിസ്പിയാണ്. എന്നാൽ ഇതൊന്ന് കഴിച്ചു. എൻ്റെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്, ഇപ്പം നോക്കുവേ. നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമല്ലോ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.